പിണറായി വിജയൻ മടുത്തു, തോറ്റ് സുല്ലിട്ടിരിക്കുകയാണ്. എന്റെ പോലീസിനെ കൊണ്ട് രാഹുലിനെ പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിനെ ഈ ഗർഭം കലക്കൽ കഥയിൽ അല്ലെങ്കിൽ ഈ ഗർഭം കലക്കൽ നാടകത്തിൽ ഒന്ന് പെടുത്തിയാലോ, ഒന്ന് വിളിച്ചാലോ എന്നുള്ള ആലോചനയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം ഊടുപാട് തെരഞ്ഞിട്ടും രാഹുലിനെ എങ്ങും കിട്ടാനില്ല. പുതിയ സുകുമാരക്കുറുപ്പായി മാറുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടം എന്ന് വരെ പിണറായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ക്ലിഫ് ഹൗസിലെങ്ങാനും രാഹുൽ ഒളിച്ചിരിപ്പുണ്ടോ? കാരണം പോലീസ് എന്തായാലും അവിടെ കയറി തപ്പില്ലല്ലോ. ആ ഒരു തരത്തിലേക്ക് വരെ പിണറായി വിജയൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ സൈന്യത്തെ വല്ലതും മോദിയുടെ കാല് പിടിച്ച് രാഹുലിനെ പൊക്കാൻ പിണറായി ഇറക്കുമോ? അത്രത്തോളം ശുഷ്കാന്തിയിലാണ് പിണറായി വിജയൻ രാഹുലിനെ പൂട്ടാനായി നിൽക്കുന്നത്. കാരണം ശബരിമല ആരും തുടരുത്, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് ആരും മിണ്ടരുത്, സംസാരിക്കരുത്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കൊക്കെ അങ്ങ് പണം വാരി എറിഞ്ഞിരിക്കുകയാണ്. ഒള്ളി രാഹുൽ മാങ്കൂട്ടം മാത്രം, ഇത് മാത്രമേ ചർച്ച ചെയ്യാവൂ. അങ്ങനെ കേരളം ഇപ്പോൾ ഗർഭം കലക്കി ഇങ്ങനെ ഇളക്കി മറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു രസമാണ്, പിള്ളേരൊന്നും കേട്ട് വഴിതെറ്റി പോവാതിരിക്കുക എന്നുള്ളത് മാത്രം. എന്തായാലും പുരുഷന്മാരെ ആയ കുട്ടികളെ പുരുഷന്മാരോട് മാത്രമാണ്, അതിജീവിതമാർക്കൊപ്പവും അവർക്കൊപ്പവും മാത്രമാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ കേരളം വിട്ട് ഈ എന്താ പറയുക, അതിജീവനും അങ്ങനെയാണല്ലോ അല്ലെ പുരുഷന്മാർക്ക് പറയുന്നത്, എന്തോ ആവട്ടെ, രണ്ടുപേർക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു അപേക്ഷ. എന്തായാലും നമുക്ക് തുടർന്ന് എന്താണ് ഇപ്പൊ നടക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കെ അപ്രതീക്ഷിത നാടകീയ സംഭവങ്ങളാണ് നടക്കുന്നത്. കോടതി കേസ് പരിഗണിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പരാതി KPCCക്കാണ് ലഭിച്ചത്. എന്നാൽ പരാതിയിൽ ഊരുമില്ല പേരുമില്ല, ആരുടേതാണ് പരാതി എന്ന് വ്യക്തവുമല്ല. പരാതിയിൽ പല കാര്യങ്ങളിലും അവ്യക്തതകൾ തുടരുന്നു. ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്തു. ഈ അജ്ഞാത പരാതിയിലാണ് FIR. KPCCക്ക് ലഭിച്ച പരാതി നൽകിയ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള സൂചനകൾ. എന്നാൽ ഇതൊക്കെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് കോടതിയെ പോലും ആശയക്കുഴപ്പത്തിലാക്കാനുള്ള നീക്കങ്ങളാണെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. KPCCക്ക് ലഭിച്ച പരാതിയിൽ യുവതിയുടെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ നേരത്തെ ക്രൈംബ്രാഞ്ച് യുവതിയെ കണ്ടിരുന്നു എന്നാണ് ഇപ്പോൾ ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അന്ന് യുവതി നിയമ നടപടികൾക്കൊരുക്കമല്ലായിരുന്നു. പരാതിക്കാരിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ. എറണാകുളം സ്വദേശിയാണ് ഈ സുഹൃത്ത്. ഈ സുഹൃത്ത് മുഖേനയാണ് KPCCക്ക് പരാതി നൽകിയത് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പരാതിക്കാരി തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നാൽ അത് രാഹുലിന് കുരുക്കാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ സുഹൃത്തിനെ എത്രമാത്രം പോലീസിനെ വിശ്വസിക്കാൻ കഴിയും എന്നിടത്താണ് ഈ കേസിന്റെ യാഥാർത്ഥ്യം. ഇന്നലെ പ്രോസിക്യൂഷനോട് ചില സുപ്രധാന രേഖകൾ കോടതി ആരാഞ്ഞിരുന്നു. ഒരുപക്ഷെ രണ്ടാം FIRന്റെ വിശദാംശങ്ങളാവും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പ്രോസിക്യൂഷൻ പെട്ടെന്ന് തന്നെ അതിന്റെ വിശദാംശങ്ങൾ കോടതിക്ക് എത്തിച്ചു കൊടുത്തു. രാഹുൽ സ്ത്രീകളെ സ്ഥിരമായി ഉപദ്രവം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് സ്ഥാപിക്കുകയാണ് പ്രോസിക്യൂഷന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. രണ്ടാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയെ ധരിപ്പിക്കുന്നു പ്രോസിക്യൂഷൻ. KPCCക്ക് കൈമാറിയ ഇമെയിൽ പരാതിയിൽ ബലാത്സംഗം എന്ന കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക്ബെറി ഫോണിൽ നിന്നാണ് ഇമെയിൽ അയച്ചത് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കൊച്ചിയിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് പരാതിക്കാരിയുമായി അടുപ്പമുണ്ട് എന്ന സൂചനകൾ പോലീസിന് ലഭിച്ചു. ഇതിനെ തുടർന്ന് ചില മാധ്യമ പ്രവർത്തകരുമായി ക്രൈംബ്രാഞ്ച് സംഘം ബന്ധപ്പെട്ടു. ഏത് വിധേനയും പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ഈ മൊബൈലിൽ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യുവാനുള്ള കാരണം ജാമ്യാപേക്ഷ തന്നെ. ഊരും പേരുമില്ലാത്ത ഒരു പരാതി KPCCക്ക് ലഭിക്കുന്നു. തുടർന്ന് KPCC അത് പോലീസ് മേധാവിക്ക് കൈമാറുന്നു. ഇതോടെയാണ് രണ്ടാം FIR എന്ന കുരുക്ക് കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴുത്തിൽ വീഴുന്നത്. 8 ദിവസങ്ങളായി ഒളിവിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ എവിടെയാണ് എന്ന കാര്യത്തിൽ
അന്വേഷണ സംഘത്തിന് നിശ്ചയമില്ല. രാഹുലിന്റെ റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കി പോലീസ് ഇന്നലെ ബാംഗ്ലൂരിൽ എത്തിയിരുന്നു. കൊമ്പക്കൗടയിലെ ഒരു ഹോട്ടലിൽ രാഹുൽ ഉണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് അന്വേഷണ സംഘം ഹോട്ടൽ വളഞ്ഞു. എന്നാൽ പ്രാദേശികരായ കന്നഡക്കാരെ ഉപയോഗപ്പെടുത്തി രാഹുൽ അവിടെ രക്ഷപ്പെട്ടു എന്നും ഉൾ പ്രദേശങ്ങളിലേക്ക് വലിഞ്ഞു എന്നും പിന്നീട് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. പലവിധ കാറുകൾ ചേഞ്ച് ചെയ്താണ് രാഹുലിന്റെ യാത്രകൾ. എന്നാൽ രാഹുൽ വയനാട്ടിലെത്തിയെന്നും പറയുന്നു. കോടതിയിൽ കീഴടങ്ങുമെന്ന് സൂചനകൾ പുറത്തു വരുന്നുണ്ട്. രാഹുൽ വയനാട് കോടതിയിൽ കീഴടങ്ങും എന്ന ധാരണയിൽ കർണാടക വയനാട് അതിർത്തിയിൽ ഇപ്പോൾ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാഹുൽ ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ സഹായിച്ച വ്യക്തികളെ കണ്ടെത്തിയെന്നും അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു. എന്നാൽ സുപ്രധാനമായ ഒരു കണ്ടെത്തലിൽ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ് കേരള പോലീസ്. പോലീസിന്റെ ഓരോ നീക്കവും അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തങ്ങളിൽ ഒരാൾ ചോർത്തിക്കൊണ്ടു ഇരിക്കുന്നു എന്ന് പോലീസ് സംഘം തിരിച്ചറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് ഒരു പേരുമില്ലാത്ത ആരോപണങ്ങളുടെ പർവ്വതമാണ്. എന്നാൽ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ പരാതിയുമായി ഒരിര മാത്രമാണ് രംഗത്തെത്തിയത്. രണ്ടാമതൊരു യുവതിയുടെ പരാതിയാവട്ടെ KPCCക്ക് ലഭിക്കുകയും അത് DGPക്ക് കൈമാറുകയും ചെയ്തു. കോൺഗ്രസിലെ ഒരു ഉന്നത വനിതാ നേതാവ് ഇന്നലെ പരസ്യമായി രാഹുലിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. ഷാഫി പറമ്പിലിനെതിരെയും ഷഹനാസ് എന്ന കോൺഗ്രസ് വനിതാ നേതാവ് ആരോപണങ്ങൾ ഉയർത്തി. ആദ്യ കേസിലെ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ അപ്രതീക്ഷിത നീക്കങ്ങളായിരുന്നു പ്രോസിക്യൂഷനും പോലീസും ഒക്കെ നടത്തിയത്. ബലാത്സംഗം എന്ന ജാമ്യമില്ലാ കുറ്റം ചുമത്തി രണ്ടാമത്തെ FIR കൂടി ആദ്യ ജാമ്യാപേക്ഷയിൽ ജാമ്യം ലഭിച്ചാലും രാഹുലിന് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നാണ് ഇതുവഴി പോലീസ് കണക്കുകൂട്ടുന്നത്. ഇന്നലെ 1.5 മണിക്കൂർ അടച്ചിട്ട കോടതി മുറിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. യുവതിയുടെ പരാതി പൂർണ്ണമായും വ്യാജമെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. ബലാത്സംഗത്തിനും ഭ്രൂണഹത്യയ്ക്കും ഒക്കെ എതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒളിവിലാണ്, കീഴടങ്ങും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കീഴടങ്ങുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതിജീവിതമാർ ഇരകൾ ഓരോ ദിവസവും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണവുമായൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ഈ പീഡിപ്പിച്ചിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ഭ്രൂണഹത്യയൊക്കെ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്കൊക്കെ ഇത് ബോധ്യപ്പെടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഊരും പേരുമില്ലെങ്കിലും പിണറായി പോലീസ് കേസെടുക്കും. അതുകൊണ്ട് അതിജീവിതമാരെ ഇനി ഇരകളാവാനിരിക്കുന്നവരോടാണ് പറയാനുള്ളത്, എത്രയൊക്കെ വർഷം കഴിഞ്ഞാലും ധൈര്യമായി പിണറായിയാണ് അല്ലെങ്കിൽ പിണറായി സഖാവാണ് അല്ലെങ്കിൽ CPM ആണ് ഭരിക്കുന്നതെങ്കിൽ എത്ര വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കേസുമായി രംഗത്തെത്താം, ഒരു പ്രശ്നവുമില്ല. പിണറായി സഖാവ് അല്ലെങ്കിൽ CPM അതെടുക്കും. 23-കാരിയാണ് പരാതിയുമായി എത്തിയെന്ന് പറയുന്നു. ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളിയാണ് ഈ പരാതിക്ക് പിന്നിലെന്ന് പറയുന്നു. യുവതിയെക്കുറിച്ച് പക്ഷെ യാതൊരു വിവരവുമില്ല. വിവരവും ഊരും പേരും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും കേസെടുക്കും, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. എവിടെ ഇരുന്നും ആർക്ക് വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാം. രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ പിടികിട്ടാ പുള്ളിയെ ഇങ്ങനെ കറങ്ങുകയാണ്. രാഹുലിന്റെ ജീവിതം, രാഷ്ട്രീയ ജീവിതം, ഭാവി ജീവിതം ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. ഒന്നുകിൽ തിരഞ്ഞെടുക്കുന്നവർ നല്ല ആളുകളായിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ഉഭയകക്ഷി സമ്മതപ്രകാരം ഉള്ള ഒരു ലൈംഗിക ബന്ധമാണെന്ന് ലൈംഗിക ബന്ധത്തിന് മുൻപ് ഒരു 100 രൂപ പത്രത്തിൽ എഴുതി വാങ്ങുന്നത് നന്നായിരിക്കും.